ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. വിജയപ്രതീക്ഷയിൽ 32ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സെൽവൻ. മാറ്റം വേണമെന്നാഗ്രഹിക്കുന്ന തെന്നടി ബസാറിലെ ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് 32ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സെൽവൻ. വൈസ് ചെയർമാൻ, പ്രതിപക്ഷ നേതാവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർ എന്നീ സ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച മുൻ പരിചയത്തിലാണ് സെൽവൻ ഇക്കുറി വോട്ട് ജനങ്ങളോട് ചോദിക്കുന്നത്. ഈ വാർഡിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് തന്നെ ഞാൻ ഈ വാർഡിൻ്റെ അംഗമായി നഗരസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർഡ് മാത്രമല്ല, ഒറ്റപ്പാലം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രയാസവും എനിക്ക് ഈ നാളിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ എല്ലാ വീട്ടിലും ഒരു അംഗത്തെ പോലെയാണ് അവർ എന്നെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ്. ഈ വാർഡിലെ ഓരോ വീട്ടിലും എന്നെ നേരിട്ട് അറിയാവുന്നതാണ്. എനിക്കും അവരെ നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എന്നെ അവരെ ഹൃദയത്തിലേറ്റുമെന്ന് വിശ്വാസമുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾ ഈ വാർഡിലെ ജനങ്ങളല്ല എന്നുള്ളത് തന്നെ തനിക്ക് ഗുണം ചെയ്യുമെന്നും കഴിഞ്ഞ 10 വർഷം വാർഡിൽ വികസനം നടന്നിട്ടില്ല എന്നും അതിനാൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർഡിലെ എല്ലാ വീട്ടിലും 1ാം റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ 1ാം റൗണ്ടിൽ തന്നെ എനിക്ക് അനുകൂലമായ വിജയസാധ്യതയാണ് കാണുന്നത്. ജനങ്ങൾ വലിയ താല്പര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണെന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വാർഡിൽ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ ഈ വാർഡിലെ വോട്ടർമാരല്ല, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഈ വാർഡിലെ ജനിച്ചു വളർന്ന ആളായ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കൊണ്ടുവന്ന വികസനം മാത്രമാണ് നാളിതുവരെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഈ വാർഡിൽ യാതൊരു വികസന പ്രവർത്തനം നടത്തപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി ഈ വാർഡിനെ പ്രതിനിധിച്ച ആളുകൾ ഈ വാർഡിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് അവരെന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്.